കൊല്ലത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ നിക്ഷേപകനായിരുന്ന പാപ്പച്ചനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികളെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കുന്നു. പ്രതികളായ അനിമോൻ, ഹാഷിഫ് എന്നിവരെയാണ് കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കുന്നത്. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രദീപ്, പ്രമാദമായ ഒരു കേസിലെ ചുരുളഴിഞ്ഞത് നാളുകൾക്ക് ശേഷമാണ്. ഇപ്പോൾ ഇതിൻ്റെ തെളിവെടുപ്പ് എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? എന്താണ് പ്രതികൾ പറയുന്നത്? 80 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് 5 പ്രതികൾ ചേർന്ന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജർ അടക്കമുള്ള 5 പ്രതികൾ ചേർന്ന് നിക്ഷേപകനായ പാപ്പച്ചനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. BSNL റിട്ടയർഡ് ജീവനക്കാരനാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരുന്നു. ഇതിൽ 2 പ്രതികളെയും കൊണ്ടാണ് എറണാകുളത്ത് തമ്പനത്തുള്ള ഒരു ലോഡ്ജിൽ തെളിവെടുപ്പിന് വേണ്ടി കൊല്ലം ഈസ്റ്റ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇവർ ഈ കൃത്യത്തിന് മുൻപും ഇതിന് ശേഷവും ഈ ലോഡ്ജിൽ താമസിച്ചിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ലോഡ്ജിലെ രേഖകൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഈ രേഖകളുടെ കൃത്യത പോലീസിന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ രജിസ്റ്ററുകളിൽ ചേർത്തിട്ടില്ല എന്നും അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്നും പോലീസ് തിരിച്ചറിയുന്നുണ്ട്. അതായത് ലോഡ്ജിലെ CCTV പലപ്പോഴും കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ഇതിന്റെ ലോഡ്ജിലെ രജിസ്റ്ററും മറ്റും പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരിടത്തും കൊച്ചിയിൽ ഇന്ന് തെളിവെടുപ്പ് ഇല്ല എന്നാണ് അറിയുന്നത്. വിശദമായി തന്നെ ഈ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ച 80 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് പാപ്പച്ചനെ, സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന പാപ്പച്ചനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഇതിൽ വാഹനം ഇടിപ്പിച്ച അനിമോൻ, കൂടാതെ ഇടിപ്പിക്കുന്നതിന് വേണ്ടി വാഹനം വിട്ടു നൽകിയ ഹാഷ്മിൻ എന്നീ 2 പേരെയാണ് ഇന്ന് തെളിവെടുപ്പിന് വേണ്ടി കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഇവരെയും കൊണ്ടുള്ള തെളിവെടുപ്പ് തുടങ്ങിയത്. പ്രദീപ്, പ്രതികളൊക്കെ സഹകരിക്കുന്നുണ്ടോ? ഈ തെളിവെടുപ്പിനോടും അന്വേഷണത്തോടൊക്കെ കൃത്യമായി സഹകരിക്കുന്നുണ്ടോ? തെളിവെടുപ്പിനുള്ള പ്രതികൾ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇവർ പറയുന്നത് ഈ കൃത്യത്തിന് മുൻപ് ഉൾപ്പെടെ തങ്ങൾ നിരവധി തവണ ഈ ലോഡ്ജിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ലോഡ്ജിലെ രജിസ്റ്ററുകളും മറ്റും പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ നേരത്തെ പ്രതികൾ താമസിച്ചിരുന്നതിൻ്റെ ലിസ്റ്റ് പോലീസിനെ കണ്ടുകിട്ടാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നിലധികം രജിസ്റ്ററുകൾ ലോഡ്ജിന് ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രവുമല്ല, വന്നു പോകുന്ന എല്ലാ ആളുകളുടെയും വിശദാംശങ്ങൾ ലോഡ്ജിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന കാര്യത്തിലും പോലീസിന് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ലോഡ്ജിലെ മാനേജർമാർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വിശദമായി രജിസ്റ്ററുകളുടെ മറ്റും പരിശോധിക്കും. CCTV ക്യാമറകൾ പരിശോധിക്കുന്നതിന് ഒരുങ്ങിയപ്പോഴാണ് പലപ്പോഴും CCTV ക്യാമറകളുടെ റെക്കോർഡിംഗ് നടന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാവുന്നത്. ഇത് എന്തുകൊണ്ട്, എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ അതോ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്യാത്തതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ലോഡ്ജിൽ പ്രതികൾ താമസിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. കൊച്ചിക്ക് ഈ കേസുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഇതാണ്. അതേസമയം ഈ കേസിലെ പ്രതികൾ നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിൽപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ടും ഇവർ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അടക്കം പരിശോധിച്ചു വരികയാണ്. ഒരു വനിതയടക്കം, സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജരായിരുന്ന വനിതയടക്കം 5 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. പ്രദീപ്, ഇന്നത്തെ തെളിവെടുപ്പുകൾ അവിടെ പൂർത്തിയാകും. കാരണം ഒരു കേന്ദ്രത്തിൽ മാത്രം എത്തിച്ചുള്ള തെളിവെടുപ്പാണല്ലോ. മറ്റ് രീതിയിൽ ഇവരുടെ പ്രധാനപ്പെട്ട കൊടിയ ക്രിമിനൽ സംഘമാണ് നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവരുടെ ബന്ധമടക്കമുള്ള കാര്യങ്ങൾ കൂടി തേടുമ്പോൾ അത് നാളെയും തുടരുമോ അതോ ഇന്ന് തന്നെ അവസാനിപ്പിക്കുമോ? ഈ കേസിൽ മാത്രമാണ് ഇന്ന് ഈ പ്രതികളെ ഉപയോഗിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. മറ്റ് ഏതെങ്കിലും കേസുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോ, അതായത് ഇവർ ബന്ധപ്പെട്ട ഏതെങ്കിലും ക്രിമിനൽ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് ഇവർക്ക് മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങളില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം കൊല്ലത്തും മറ്റുമായി നിരവധി ക്രിമിനൽ കേസുകൾ നേരത്തെ ഈ പ്രതികളുടെ പേരിൽ ഉണ്ടായിരുന്നതാനും പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ബ്രാഞ്ച് മാനേജരായിരുന്ന സരിത എന്നുള്ള യുവതിയുടെ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവർ നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് മറ്റ് പ്രതികൾ ഈ കുറ്റകൃത്യം ഏറ്റെടുക്കുന്നത്. ആദ്യ 2 തവണ പാപ്പച്ചനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, എങ്കിലും അത് നടന്നില്ല. നിങ്ങൾക്കിതിന് സാധിക്കുന്നില്ല എങ്കിൽ മറ്റ് ആളുകളെ ഈ കൊട്ടേഷൻ നടപ്പിലാക്കുന്നതിന് ഏർപ്പെടുത്തിക്കൊള്ളാമെന്ന് സരിത ഇവരോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ഇവർ അടുത്ത തവണ പരീക്ഷണം നടത്തി സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന പാപ്പച്ചനെ സൈക്കിളിൽ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാനേജരായിരുന്ന അനൂപ് പാപ്പച്ചനെ വിളിച്ചു വരുത്തിയത്. പിന്നീട് അനിമോൻ പാപ്പച്ചൻ സഞ്ചരിച്ചിരുന്ന സൈക്കിളിൽ കാർ ഇടിപ്പിക്കുകയായിരുന്നു. ഇതിനൊക്കെ ദൃക്സാക്ഷിയായി മറ്റു ചില ആളുകളുമുണ്ടായിരുന്നു. പാപ്പച്ചനെ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാതെ, അതായത് മരണം ഉറപ്പാക്കുന്ന തരത്തിലായിരുന്നു പ്രതികളുടെ പ്രവർത്തനം എന്നാണ് ഇതിനോടകം തന്നെ പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. 5 ദിവസത്തേക്കാണ് നിലവിൽ ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരിക്കുന്നത്.